പരിശുദ്ധമായ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഈശോനാഥൻ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് കരുണയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ വചനത്തിൽ ഈശോ പറയുന്നത്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവർ ആയിരിക്കുവിൻ എന്ന്. ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് ഈശോനാഥൻ. തൻ്റെ മുന്നിൽ വന്ന എല്ലാവരോടും കരുണ കാണിച്ചുകൊണ്ട് ഈശോനാഥൻ കടന്നു പോകുമ്പോൾ, നമ്മൾ ഈ നോമ്പൊക്കെ ആചരിക്കുമ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്നവരോട് കരുണയോടെ ഇടപെടുവാനായിട്ട്, അവരെ കരുണയോടെ നോക്കുവാനായിട്ട്, അവർക്ക് വേണ്ട നന്മകളൊക്കെ ചെയ്തു കൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇനി ഈശോയുടെ കരുണ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വചനത്തിൽ മാത്രമേ കാണത്തുള്ളൂ നല്ല കള്ളന്മാരൊരിക്കലും നല്ലവന്മാരാകുന്നില്ല, അവരെല്ലാം ചെയ്യുന്നത് തിന്മയാണ്. പക്ഷേ ഈ സുവിശേഷ ഭാഗത്ത് നല്ല കള്ളനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കള്ളൻ്റെ ഒരു മനോഭാവം നമ്മൾ മനസ്സിലാക്കണം. ആ കള്ളൻ അറിയാം അവൻ ചെയ്തതെല്ലാം തെറ്റാണ്, മരണത്തിൻ്റെ ആ നിമിഷം പോലും താൻ ജീവിതത്തിൽ മൊത്തം ചെയ്ത് തെറ്റാണെന്ന് അവൻ അറിയാം. അതുകൊണ്ടാണ് അവൻ ഈശോയോട് പറയുന്നത്, കർത്താവേ, അങ്ങ് പറുദീസയിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അവനറിയാം ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ പറ്റത്തില്ലെന്ന് അവനറിയാം. എന്നിട്ടും അവൻ ഈശോയോട് പറയുകയാണ്, എന്നെ ഇന്ന് ഓർത്തേക്കണമേ എന്ന്. അവിടെ ഈശോ അവനോട് കാണിക്കുന്ന ആ കരുണ, ഈശോ അവനോട് പറയുകയാണ്, നീ എൻ്റെ കൂടെ ഇന്ന് പറുദീസയിൽ ആയിരിക്കും. കർത്താവിൻ്റെ കരുണ വലുതാണ്, നിയമങ്ങളെയൊക്കെ അതിലംഘിക്കുന്നതാണ് കർത്താവിൻ്റെ കരുണ. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം, ഈശോയെ, അങ്ങയുടെ കരുണയുടെ മുഖം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന്. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.